നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകം. അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി കാണരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആരെ വിഡ്ഢിയാക്കാനാണ്? സർക്കാരിനെ വെല്ലുവിളിച്ച് BJP രംഗത്ത്. ആരെതിർത്താലും പരിപാടി പമ്പയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ച പിണറായിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വിമർശനങ്ങളുമായി വന്നിരിക്കുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പിണറായിയുടെ ആഗോള അയ്യപ്പ സംഗമം 8ആയി മടക്കി പോക്കറ്റിലിട്ടേക്കാൻ തീവ്ര ഹിന്ദു സംഘടനകളുടെയും ഭീഷണി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇപ്പോൾ ചേരി തിരിഞ്ഞ് അടി നടക്കുകയാണ്. സർക്കാർ അവരുടെ പ്രതിച്ഛായ ഒന്ന് മിനുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യപ്പനെ കരുവാക്കുന്നത് എന്ന് വിമർശനം ശക്തമാകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും പിണറായി വിജയന് നേരെ അടിമുടി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമം രാഷ്ട്രീയമല്ലെങ്കിൽ പിന്നെ എന്താണ്? രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാനല്ലേ ചെന്നൈക്ക് പോകേണ്ടിയിരുന്നത്? എന്തിനാണ് സംഗമത്തിലേക്ക് MK സ്റ്റാലിനെ ക്ഷണിച്ചത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമുള്ളപ്പോഴുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടിയല്ല, ദേവസ്വം പരിപാടിയാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് നടത്തുകയാണെങ്കിൽ നടക്കട്ടെ. 10 കൊല്ലമായി ഭക്തന്മാർക്ക് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത ദേവസ്വം ബോർഡ് തെരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പ സംഗമം നടത്തുന്നെങ്കിൽ നടത്തട്ടെ. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തരെ ഉപദ്രവിച്ച പിണറായിയും അവിടെ പോകാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണെന്നാണ് BJP പറഞ്ഞത്. ഇത് സർക്കാർ പരിപാടിയല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് അതേക്കുറിച്ച് സംസാരിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്കും രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖറിന് ഒന്നും അറിയില്ല, കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. ഞാൻ രാഷ്ട്രീയ വിദ്വാനല്ല, സാമാന്യ ബുദ്ധിയുണ്ട്, അധ്വാനിക്കുന്ന ആളാണ്, കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്, ഹിന്ദു വിശ്വാസിയാണ്. മുഖ്യമന്ത്രിയെ പോലൊരു വിദ്വാനാകാൻ തനിക്ക് താല്പര്യമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കാൾ മാർക്സിനെയും ദാസ് ക്യാപിറ്റലും വായിച്ചു പഠിച്ച കമ്മ്യൂണിസ്റ്റ് വിദ്വാനാകാൻ താല്പര്യമില്ല, രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമം ഒരു നാടകം കളി മാത്രമാണെന്നും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഹിന്ദു വോട്ടുകൾ വീണ്ടും പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെയും CPMന്റെയും ഒരു കളി മാത്രമാണെന്നും ആരോപണം ശക്തമാക്കുകയാണ് BJPയും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളും എല്ലാം. എന്നാൽ പരിപാടി അതിഗംഭീരമായി നടത്താൻ സർക്കാർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. പല സൗകര്യങ്ങളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന പ്രതിനിധികളെ കാത്തിരിക്കുന്നത് പമ്പാ തീരത്ത് 5 സ്റ്റാർ സംവിധാനങ്ങളാണത്രേ. 3000 പേർക്ക് ഇരിക്കാവുന്ന ജർമ്മൻ പന്തൽ പമ്പ മണപ്പുറത്ത് ഒരുക്കും. 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്നവർക്കെല്ലാം സന്നിധാനത്ത് VIP ദർശനവും ഒരുക്കും. അയ്യപ്പ ഭക്തരുടെ സംഗമമാണെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അയ്യപ്പ വിശ്വാസിയാണോ പിണറായി എന്ന ചോദ്യവും ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഇതിനിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പണപ്പിരിവായി ഇത് മാറുമെന്ന സംശയവും സജീവമാണ്. 3000 പേരിൽ നിന്നും 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയാൽ പോലും 30 കോടി കിട്ടും. ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി പമ്പയിൽ 2 കോടി രൂപ മുടക്കി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. സെപ്റ്റംബർ 20-നാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. പമ്പയിൽ 4 നടപ്പന്തലുകളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. പമ്പയുടെ തീരത്ത് ഇത്തരം പന്തലുകൾ ഒരുക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി അനിവാര്യമാണെന്ന വാദവും സജീവമാണ്. അത് വാങ്ങിയോ എന്നതും ചോദ്യമായി ഉയരുന്നു. ചെറിയ മഴ പോലും പമ്പയെ നിറയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലിക പന്തലുകളുടെ സുരക്ഷ അടക്കം പ്രതിസന്ധിയിലാണ്. പമ്പയിൽ സർവീസ് റോഡിനടുത്തുള്ള സ്ഥലം പൂർണ്ണമായും ഇന്റർലോക്ക് ചെയ്യും. സർവീസ് റോഡിനരികിലെ ഓട പുതുക്കി പണിയും. ചാലക്കയം പമ്പ റോഡ് അറ്റകുറ്റപ്പണി നടത്തും. ഈ റോഡരികിലെ കാട് തെളിക്കും. പമ്പയിലെ മരാമത്ത് ഗസ്റ്റ് ഹൌസിൽ 8 മുറികൾ നവീകരിക്കും. അങ്ങനെ പമ്പയിൽ പഞ്ചനക്ഷത്ര സൗകര്യമാണ് ഒരുങ്ങുന്നത്. അയ്യപ്പ സംഗമത്തിനെത്തുന്ന ഭൂരിഭാഗം പേർക്കും താമസ സൗകര്യം പത്തനംതിട്ട, കോട്ടയം, തിരുവല്ല, പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് സൗകര്യവും ഒരുക്കും. KSRTCയുടെ AC ബസ്സിലാകും ഇവരെല്ലാം പമ്പയിലേക്ക് വരിക. 3000 പേരെ സ്വീകരിക്കാൻ 1000 പേരുടെ സംഘാടക സമിതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ബുഫേ സമ്പ്രദായത്തിലാകും ഭക്ഷണം നൽകുക. ഓണക്കോടിയും കിറ്റും എല്ലാവർക്കും നൽകും. 5 അപ്പവും 5 അരവണയും കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പവും അടങ്ങുന്നതാകും ഗിഫ്റ്റ് പാക്ക്.
കൊച്ചിയിൽ വിമാനമിറങ്ങുന്നവരെ പമ്പയിൽ എത്തിക്കാനും KSRTCയുടെ AC ബസ് ഉണ്ടാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുക്കളുടെയും പേരിൽ സെപ്റ്റംബർ 20 നടത്തുന്നത് രാഷ്ട്രീയ പരിപാടിയാണെന്ന് ആരോപിച്ച് ഹൈന്ദവീയം ഫൗണ്ടേഷൻ സെക്രട്ടറി കളമശ്ശേരി സ്വദേശി M. നന്ദകുമാറാണ് ഹർജി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പരിപാടിക്ക് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവിടുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹിന്ദുമത തത്വങ്ങളിൽപ്പെട്ട തത്വമസിയുടെ പ്രചാരണത്തിനെന്ന പേരിൽ സർക്കാർ പണം ചെലവിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല എന്നും ഹർജിയിൽ പറയുന്നു. ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ച് സെപ്റ്റംബറിൽ പമ്പയിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളതെന്നും അയ്യപ്പ വിശ്വാസികളിൽ ഇത് ആശങ്കയുണ്ടാക്കുന്നതായും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സമിതി യോഗവും അഭിപ്രായപ്പെട്ടിരുന്നു. പരിപാവനവും വിശുദ്ധവുമായ പമ്പയിൽ വ്രതശുദ്ധിയില്ലാതെ അവിശ്വാസികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ എത്താനും ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനം നടത്താനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് 2019 ജനുവരിയിൽ ഇരുട്ടിന്റെ മറവിൽ ആചാര ലംഘനത്തിന് ഒത്താശ നടത്തിയവർ നടത്തുന്ന അയ്യപ്പ സംഗമം വിശ്വാസി സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ഈ സംഘടന വിമർശനമുന്നയിച്ചു. അയ്യപ്പ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനത്തിനെതിരായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കപടത അയ്യപ്പ വിശ്വാസികൾ തിരിച്ചറിയണം. നിരപരാധികളായ അയ്യപ്പ ഭക്തരെ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടിയ സർക്കാരിന്റെ നടപടികൾ വിശ്വാസി സമൂഹം മറക്കില്ല. സർക്കാരിന്റെ ആചാര വിരുദ്ധ നിലപാടുകളെ അനുകൂലിക്കുന്ന ദേവസ്വം ബോർഡാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ സഹായിക്കുന്നതെന്നും ഭക്തർ തിരിച്ചറിയണമെന്നും ഹിന്ദു സംഘടനകൾ ഇപ്പോൾ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ നിന്ന് കേരള സർക്കാർ പിന്മാറണമെന്നും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ PN നാരായണവർമ്മ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നതെന്നും അല്ലാതെ ദേവസ്വം ബോർഡ് തലയിൽ ഉദിച്ച ബുദ്ധിയൊന്നുമല്ല ഇതെന്നും ഹൈന്ദവ സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നത്. ആരൊക്കെ എതിർത്താലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും പരിപാടി നടത്തുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും. വീണ്ടും അയ്യപ്പന്റെ പേരിൽ അടിയും ബഹളവും തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.